ജോലി കിട്ടാനായാലും ശരി. ഇപ്പം തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ലേ, 2002 TTC പാസ്സായ ആളാണ്. ഇക്കാലങ്ങളിൽ എത്രയോ ടെസ്റ്റുകൾ അവർ എഴുതിയിരിക്കുന്നത്. പക്ഷേ 2016 വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ 2017 അമ്മക്ക് ജോലി കൊടുത്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അമ്മ ഇത്രയും സ്പീഡായിട്ടാണ് വിഷയം ഇടപെടുന്നത്. ഞാനമ്മ ചിന്തിക്കുകയായിരുന്നു, അവർ രണ്ടുപേരും ഉടമ്പടി ചെയ്യാതിരുന്നെങ്കിൽ ചിലപ്പോൾ ഇന്നും അവർ ജോലി ഇല്ലാത്ത ആൾക്കാരായിട്ട് നടന്നു പോയേനും. പക്ഷെ അങ്ങനെ സ്പീഡായിട്ട് അമ്മ വിഷയത്തിൽ ഇടപെടുമ്പോഴും ദൈവപൈതലൊരു കാര്യം ചിന്തിക്കണം. എല്ലാത്തിനും ഇങ്ങനെ സ്പീഡ് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ ഡേറ്റ് ഇടരുത്. നമ്മുടെ വിഷയത്തിൻ്റെ സമയം ദൈവത്തിന് നിശ്ചയിച്ച് നമ്മൾ കൊടുക്കരുത്. പ്രത്യാശ ലൂസ് ചെയ്യാൻ പോണം അങ്ങനെയാണ്. മറിച്ച് ദൈവം ഫിക്സ് ചെയ്യേണ്ട സമയം ദൈവം ഫിക്സ് ചെയ്യേണ്ട. പിന്നെ സമയത്തിൻ്റെ മേലെ അമ്മയ്ക്ക് ഒരു അധികാരമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ബൈബിൾ പറയണത് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറയും അല്ലേ. അമ്മയുടെ കാലം വന്നപ്പോൾ ആ ഒരു അധികാരത്തിൽ അമ്മയ്ക്കൊരു അധികാരം കൊടുത്തിട്ട് പറയണത്, മദർ യു ക്യാൻ ഓൾസോ ഫിക്സ് ടൈം അല്ലേ. അമ്മയുടെ കാലം വന്നപ്പോൾ ബൈബിൾ പറയണത് സമയം ദൈവത്തിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ കാലം വന്നപ്പോൾ അമ്മയ്ക്കൊരു അധികാരം കൊടുത്ത്, എന്താണ് സമയത്തിന്, മദർ യു ക്യാൻ ഓൾസോ ഫിക്സ് ടൈം എന്ന് പറഞ്ഞു. എവിടെ വെച്ചാൽ അത് പറയണത്, നിനക്ക് സമയം നിശ്ചയിക്കാമെന്ന്. അതെവിടെ വെച്ചാൽ പറയണത്, കാനായിലെ കല്യാണത്തിൽ അല്ലേ. സമയമായില്ല എന്ന് ഈശോ പറയുമ്പോൾ അമ്മ ആ സമയം ഫിക്സ് ചെയ്തിട്ട് പിന്നെ ഈശോ അത് ചേഞ്ച് ചെയ്യാൻ നോക്കിയില്ല. ഒരിക്കലും അമ്മ സമയം ഫിക്സ് ചെയ്താൽ ഈശോ ചേഞ്ച് ചെയ്യത്തില്ല. അതാണ് അമ്മ. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത് അമ്മയുടെ മുമ്പിൽ. കാര്യം നമ്മുടെ രോഗങ്ങളുടെ മേലായ ശരി, ജപ്തി നടപടികളുമായി ശരി, അത് ചിലപ്പോൾ നിൻ്റെ രോഗങ്ങൾ ചിലപ്പോൾ 2020 വരെ പോകുന്ന രോഗങ്ങളാണെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ സമയം കുറച്ച് കൊണ്ടുവന്ന് 2017 വെക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. മനസ്സിലായില്ല? അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരം കൊടുത്തിരിക്കുന്ന കാരണം, ഇപ്പം നിൻ്റെ ജോലി, നിൻ്റെ വിസ അല്ലെങ്കിൽ നിൻ്റെ വിസ പ്രോസസ്സിങ്, ഇങ്ങനെയുള്ള നിൻ്റെ വസ്തു വിൽപ്പന, ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും അമ്മയ്ക്ക് സമയം ഫിക്സ് ചെയ്യാൻ പറ്റും. കാര്യം ഭൗതികമായ നിലനിൽപ്പ്, ഭൗതിക സാഹചര്യങ്ങളുടെ പരിങ്ങൽ ഇല്ലാത്ത അവസ്ഥ, ഭൗതിക സാഹചര്യങ്ങളില്ലേ, വീട്, ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള ഭൗതിക സാഹചര്യങ്ങളില്ലേ, വസ്തു, അതിൻ്റെ പോരായ്മ, ഇല്ലായ്മ, വല്ലായ്മ, ഇതെല്ലാം അമ്മയ്ക്ക് അധികാരപ്പെടുത്തിക്കൊണ്ടാണ് പുതിയ നിയമം ഈശോ പരസ്യ ജീവിതം സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ അവരുടെ ഭൗതിക സാഹചര്യം പരിമിതമാണ്. വീടില്ല, ജോലിയില്ല, ആരോഗ്യമില്ല, ക്ഷീണമാണ്, ഇങ്ങനെ കുറേ ഭൗതിക സാഹചര്യങ്ങളില്ലേ. ഈ ഭൗതിക സാഹചര്യങ്ങളുടെ മേലെല്ലാം അമ്മയ്ക്ക് അധികാരം കൊടുത്തുകൊണ്ടും അത് സൈൻ ചെയ്തിട്ടാണ് പുതിയ നിയമം ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, കാനായിലെ കല്യാണത്തിൽ ഈശോ വെള്ളത്തെ വീഞ്ഞാക്കി കുടുംബത്തെ സന്ധി നിർത്തുമ്പോൾ നമ്മൾക്ക് എന്താ അനുഭവിക്കണത്, അമ്മ വഴി ദിവ്യകാരുണ്യം നമ്മളിലേക്ക്. പ്രൈസ് ദി ലോർഡ് അല്ലേ. ദിവ്യകാരുണ്യം, ദൈവത്തിൻ്റെ കാരുണ്യം, ഈശോൻ്റെ കാരുണ്യം, അമ്മ വഴി ദിവ്യകാരുണ്യം നമ്മളിലേക്ക്. കൃപാസനം ആരാധനയുടെ അന്തസത്ത അതാണ്. കാനായിലെ കല്യാണത്തിൽ ദിവ്യകാരുണ്യം നമുക്ക് കിട്ടിയത്, ആ കുടുംബത്തിന് കിട്ടിയത് പരിശുദ്ധ അമ്മ വഴിയാണെങ്കിൽ, ഉടമ്പടി പ്രാർത്ഥന വഴി, കൃപാസനം പ്രാർത്ഥന വഴി, അമ്മ വഴി ദൈവകാരുണ്യം നമ്മളിലേക്ക് വരെ. പ്രത്യാശ നശിപ്പിച്ച് കളയരുന്നല്ലേ ഈശോ പറഞ്ഞത് അല്ലേ. ഹെബ്രായർ 10:35. പ്രത്യാശ നശിപ്പിച്ച് കളയാതിരിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. പ്രത്യാശ നശിപ്പിച്ച് കളയാതിരിക്കാൻ കുറേ മാർഗങ്ങളുണ്ട്. നോട്ട് കൗണ്ട് യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. നിന്റെ പഴയകാല പരാജയങ്ങളെ എണ്ണാതിരിക്കുക. പറഞ്ഞ മനസ്സിലായ? ബിസിനസ്സിൽ, ജോലിയിൽ, IELTS, ഇൻ്റർവ്യൂവിൽ കുറേ പഴയകാല പരാജയങ്ങളില്ലേ. ഡോണ്ട് കൗണ്ട് ദാറ്റ്. നിൻ്റെ പ്രത്യാശ ഹെബ്രായർ 10:35 അനുസരിച്ച് കൊണ്ട് പ്രത്യാശ നശിപ്പിച്ച് കളയരുതെന്ന് ദൈവം പറഞ്ഞാൽ, പ്രത്യാശ നശിപ്പിച്ച് കളയാൻ സാധ്യതയുള്ള വിഷയങ്ങളുണ്ട്. എന്താണ്? കൗണ്ട് പാസ്റ്റ് ഫെയിലിയേഴ്സ്. പഴയകാല പരാജയങ്ങളെ കൗണ്ട് ചെയ്യുക.
കർത്താവ് ഒരു മനുഷ്യനോട് പറഞ്ഞതാണ്, ഡോണ്ട് കൗണ്ട് യുവർ പാസ്റ്റ് ഫെയിലിയേഴ്സ്. നിന്റെ പഴയകാല പരാജയങ്ങളെ നീ കൗണ്ട് ചെയ്യരുത്, നീ എണ്ണി നോക്കരുതെന്ന്. പ്രത്യാശ നശിപ്പിച്ച് കളയാതിരിക്കാനുള്ള ഒരു പോംവഴിയാണ്. ആരോടാണ് ഈശോ അങ്ങനെ പറഞ്ഞത്? നിന്റെ പഴയകാല പരാജയങ്ങൾ എനിക്ക് കേൾക്കണ്ട എന്ന് ആരോടാ പറഞ്ഞത്? ആ ബെത്സയിദ കുളത്തിൻ്റെ കരയിൽ കിടന്ന കക്ഷിയിലെ ഒരു രോഗി. എന്നാ രോഗമായിരുന്നു അങ്ങർക്ക്? തറവാദം. എത്ര കൊല്ലം? 15 കൊല്ലമാ? കൊല്ലം കുറച്ച്. 38 കൊല്ലം. പ്രൈസ് ദി ലോർഡ്. 38 കൊല്ലം ഈ മനുഷ്യൻ അവിടെ കിടക്കുക. ഈ മനുഷ്യനൊരു മരവിച്ച പരാജയം പോലെ കിടക്കുക, മനസ്സും ശരീരവും ഒരുപോലെ. അതിനയാൾ കാരണങ്ങൾ പറയുന്നുണ്ട്. ഈ മത്സര ലോകത്ത് മറ്റുള്ളവരുടെ കൂടെ മത്സരിക്കാൻ വേണ്ടി അയാൾക്ക് ആംബിയർ ഇല്ലെന്ന് അയാൾ പറയണത്. നോബഡി ടു സപ്പോർട്ട് മീ എന്നയാൾ പറയണത്. ഈ മത്സര ലോകമാണല്ലോ എല്ലായിടത്തും. ഇപ്പോൾ മത്സര പരീക്ഷയല്ലേ എല്ലാം, എൻട്രൻസ് തൊട്ടെല്ലാം മത്സര പരീക്ഷയല്ലേ. എവിടെ തുടങ്ങിയാലും മത്സര പരീക്ഷയാണ്. നമ്മുടെ ഒരു കൊച്ചിന് ഒരു വയസ്സായി കഴിഞ്ഞാൽ തന്നെ അന്ന് മുതൽ ഈ മത്സര ലോകം കൊച്ച് ഫീൽ ചെയ്യുകയാണ്. മത്സരമാണ്. അതുകൊണ്ട് തന്നെ സംഘർഷം കൂടുന്നുണ്ട്. ഈ മനുഷ്യന് ഒരു വലിയ മത്സരത്തിലുള്ള ആളാണ്. പക്ഷെ മത്സരിക്കാൻ അയാൾക്ക് ആവതില്ല. അയാൾ പറഞ്ഞത് എന്താണ്? ഞാൻ പലരോടെ ഈ 38 വർഷമായി ഈ ഭൂമി ജീവിക്കണേ. എൻ്റെ ജീവിത സാഹചര്യത്തിൽ എൻ്റെ കൂടെ മത്സരിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിട്ടാണ് എനിക്ക് മത്സരിക്കേണ്ടി വന്നിരിക്കുന്നത്. കാര്യം എന്താണ്? എനിക്ക് മത്സരിക്കാനുള്ള ആംബിയർ ഇല്ല. കാര്യം എനിക്ക് തളർവാദമാണ് എൻ്റെ രോഗം. പേശി മുഴുവൻ മരവിച്ചിരിക്കുക. എൻ്റെ ഭാര്യയാണ് പണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അവരിപ്പോൾ ഉണ്ടായില്ലെന്ന് നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ കർത്താവ് വരുമ്പോൾ ഭാര്യ കൂടെ ഇല്ല. ദമ്പതി കൂട്ടായ്മയിൽ ഉള്ള ആൾക്കാർ ആണ് നമ്മൾ. ശ്രദ്ധിക്കണം. പണ്ട് ഭാര്യയെ കൂട്ടി നിന്ന് ബൈസ്റ്റാൻഡായിട്ട് നിന്നായിരുന്നു ഈ മനുഷ്യൻ്റെ കൂടെ, ഇല്ലേ? 38 കൊല്ലമൊന്നും നിൽക്കാൻ പറ്റത്തില്ല ഒരു ഭാര്യമാർക്കും. 38 കൊല്ലം പോയിട്ട് 30 കൊല്ലം പോലും ഭർത്താവിന് കൂടെ നിൽക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അയാൾ എന്താ പറയണത്? ഒന്ന്, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് ആരുമില്ല എന്ന്. ദൈവത്തിലെ നീ ഈ നിമിഷം കർത്താവിൻ്റെ മുഖത്ത് സൂക്ഷിച്ച് നോക്കണം. നീ എന്നിട്ട് പരിശുദ്ധ അമ്മയുടെ കയ്യെ പിടിച്ചുകൊണ്ട് ഈശോനോട് പറയണം, എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെന്ന്. എന്താ കാര്യം? നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധ അമ്മയെ തന്നിരിക്കുന്നത്. വർഷമായി ആ തലവായ രോഗിയായിട്ട് അവിടെ കിടന്ന വ്യക്തിയാണ് നീയെങ്കിൽ അയാൾ പറയണത് എന്താ പറയണത് ഈശോനോട്? വെള്ളം ഇളകുമ്പോൾ തടിയുള്ളവർ, ത്രാണിയുള്ളവർ, സപ്പോർട്ടുള്ളവർ, പാർട്ടിയുള്ള ആൾക്കാർ, സംഘടനാ ബലമുള്ളവർ, കുടുംബ ബലമുള്ളവർ, മറ്റു തരത്തിലുള്ള വിദ്യാഭ്യാസ ബലമുള്ളവർ, പലതരത്തിലുള്ള സാമുദായിക ബലമുള്ളവർ എല്ലാവരും ചാടി കാര്യം സാധിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് സമുദായമില്ല, കാശുമില്ല, ആരോഗ്യമില്ല, സപ്പോർട്ട് ചെയ്യാൻ ആളുമില്ല, ഞാനിവിടെ ഒറ്റക്കാണെന്ന് പറയുമ്പോൾ അമ്മ പറയും, ബിഹോൾഡ് യുവർ മദർ. നിന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഈ മത്സരത്തിൽ നിന്നെ ജയിപ്പിക്കാൻ എൻ്റെ സ്ഥാനത്തിൽ എൻ്റെ അമ്മയെ, ബിഹോൾഡ് യുവർ മദർ, എൻ്റെ അമ്മയെ ഞാൻ നിനക്ക് തരുന്നു. കൃപാസനത്തിൽ നിന്ന് പോകുമ്പോഴേ ഇത് മനസ്സിലുണ്ടാകണം. കാരണം തലവാരോഗ്യം പോലെ ആയിരിക്കുന്ന എനിക്ക് ഈ മത്സര ലോകത്ത് സഹായിക്കാനും സന്ധിക്കാനും സപ്പോർട്ട് ചെയ്യാനും പിന്തുണക്കാനും ആരുമില്ലാത്ത എനിക്ക് ദൈവം തന്ന ബലവും ദൈവം തന്ന സപ്പോർട്ടുമാണ്, പിന്തുണയുമാണ് അമ്മയെന്ന്. അതുകൊണ്ട് തന്നെ ഈശോനെ പ്രാർത്ഥിക്കുക. ഈശോയെ ദിവ്യകാരുണ്യമേ, അമ്മയെ നൽകിയതിന് നന്ദി പറയുന്ന അമ്മയുടെ വിശ്വാസം, അമ്മയുടെ പ്രത്യാശ, അമ്മയുടെ ദൈവസ്നേഹം എന്നിലേക്ക് ആവഹിക്കണമേ. അമ്മയുടെ വിശ്വാസം, അമ്മയുടെ പ്രത്യാശ, അമ്മയുടെ സ്നേഹം എന്നിലേക്ക് ആകർഷിക്കണമേ, ആവശ്യിക്കണമേ.